السلام عليكم ورحمة الله وبركاته. عن أبي هريرة رضي الله عنه قال أن رسول الله صلى الله عليه وسلم قال അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തു പറയുന്നു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ഇൻസിലു റബ്ബുനാ തബാറക വ തആല നമ്മുടെ രക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തെ പടച്ച, ഈ ഭൂമിയെ പടച്ച, നക്ഷത്രങ്ങളെ പടച്ച, താരാപഥങ്ങളെ പടച്ച, മനുഷ്യനെ പടച്ച, ലോകത്തുള്ള മുഴുവൻ വസ്തുക്കളെയും പടച്ച് പരിപാലിക്കുന്ന ഏകനായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഫീ കുല്ലി ലൈലത്തിൻ ഇല സമാഇ ദുനിയ ഹീന യബ്കാ സുലുസുൽ ലൈലിൽ ആഖിറു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, നമ്മുടെ രക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ ദിവസവും രാത്രിയുടെ അവസാന മൂന്നിലൊന്ന് അവശേഷിക്കുമ്പോൾ ഭൂമിയോടടുത്ത ആകാശത്തിലേക്ക് ഇറങ്ങി വരികയാണ്. എല്ലാ ദിവസവും രാത്രിയുടെ അവസാന മൂന്നിലൊന്ന് അവസാനിക്കുമ്പോ ഭൂമിയോട് തൊട്ടടുത്ത ആകാശത്തിലേക്ക് ഇറങ്ങി വരുന്നതാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാ, മൻ യദൂനി ഫസ്തജീബ ലഹു. എല്ലാ ദിവസവും രാത്രിയുടെ മൂന്നിലൊന്ന് അവസാനിക്കുമ്പോ ഭൂമിക്ക് തൊട്ടടുത്തുള്ള ആകാശത്തിലേക്ക് ഇറങ്ങി വന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതാണ്, മൻ യദൂനി ഫസ്തജീബ ലഹു. ആരെങ്കിലും എന്നോട് ദുആ ചെയ്താൽ, പ്രാർത്ഥിച്ചാൽ, രാത്രിയുടെ മൂന്നിലൊന്ന് അവശേഷിക്കുന്നതായ സമയത്ത് ആരെങ്കിലും പടച്ച റബ്ബിലേക്ക് ഇരു കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ദുആ ചെയ്താൽ ആ ദുആക്ക് അല്ലാഹു തആല ഉത്തരം നൽകുന്നതാണ്. യാതൊരു സംശയവും വേണ്ട. അല്ലാഹു ആണ് പറയുന്നത്. ഇതാരാ നമുക്ക് പറഞ്ഞു തരുന്നതെന്നറിയോ? ഇന്നേ വരെ കള്ളം പറഞ്ഞിട്ടില്ലാത്ത സാദിഖുൽ മസ്ദൂഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാ. അവിടുന്ന് പറയുകയാണ്, അല്ലാഹു തആല രാത്രിയുടെ അവസാന മൂന്നിലൊന്ന് സമയം അവസാനിക്കുന്ന മൂന്നിലൊന്നിൽ ഈ ഭൂമിക്ക് തൊട്ടടുത്തുള്ള ആകാശത്തിലേക്ക് ഇറങ്ങി വന്നിട്ട് ആ സമയത്ത് അല്ലാഹു തആല പറയുകയാ, ആരാണോ ആ സമയത്ത് എന്നിലേക്ക് കൈരങ്ങൾ ഉയർത്തിക്കൊണ്ട് ദുആ ചെയ്യുന്നത് അവരുടെ ദുആക്ക് ഞാൻ ഉത്തരം നൽകുന്നതാണ്. എന്നിട്ട് അല്ലാഹു തആല പറയാണ്, മൻ യസ്അലുനി ഫഅതിയഹു. ആര് എന്നോട് ചോദിക്കുന്നുവോ അവർക്ക് ഞാൻ നൽകുന്നതാണ്. മൻ യസ്തഗ്ഫിറുനി ഫഅഗ്ഫിറ ലഹു. ചെയ്തുപോയ പാപങ്ങളിലെ ചെറുതും വലുതും രഹസ്യവും പരസ്യവും അതിര് കവിഞ്ഞും ചെയ്തു പോയിട്ടുള്ള പാപങ്ങളിലെ ആ പാപങ്ങളൊക്കെ എണ്ണി എണ്ണി പടച്ച റബ്ബിലേക്ക് ഇനി അതിലേക്ക് മടങ്ങുകയില്ല എന്ന ദൃഢനിശ്ചയത്തോടുകൂടി ചെയ്തുപോയ പാപങ്ങളിലേക്ക് ഇനി തിരിഞ്ഞു നടക്കുകയില്ല എന്ന ഉറപ്പോടുകൂടി അല്ലാഹുവിലേക്ക് രാത്രിയുടെ അവസാനത്തെ മൂന്നിലൊന്ന് അവശേഷിക്കുന്ന സമയത്ത് അല്ലാഹു തആല ഈ ഭൂമിക്ക് തൊട്ടടുത്തുള്ള ആകാശത്തിന്റെ മുകളിലിരിക്കുമ്പോ പടച്ച റബ്ബിലേക്ക് ചെയ്തു പോയ പാപങ്ങളിൽ കണ്ണീരിൽ ഈറനണിഞ്ഞുകൊണ്ട് പടച്ച റബ്ബിലേക്ക് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ചെയ്തു പോയ പാപങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞിനി അതിലേക്ക് മടങ്ങുകയില്ല എന്ന ദൃഢനിശ്ചയത്തോടുകൂടി അല്ലാഹുക്ക് വേണ്ടി പാപമോചനം തേടിയാ അവനക്ക് ഞാൻ പാപമോചനം നൽകുന്നതാണെന്ന് അല്ലാഹു തആല പറയുകയാ. എവിടെയാണ് പടച്ച റബ്ബുള്ളത്? ഭൂമിക്ക് തൊട്ടടുത്തുള്ള ആകാശത്തിലാ. ഇവിടെ നിന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പടച്ച റബ്ബ് നൽകുന്നതാ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, രാത്രിയുടെ അവസാന മൂന്നിലൊന്ന് അവശേഷിക്കുമ്പോ എഴുന്നേറ്റ് വന്നിട്ട്
പടച്ച റബ്ബിലേക്ക് ചോദിക്കുക, പടച്ച റബ്ബിലേക്ക് പാപമോചനം തേട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉറപ്പായിട്ടും ഉത്തരം നൽകുന്നതാ. കടങ്ങൾ ഒരുപാടുണ്ടല്ലോ, മക്കളില്ലാതെ വിഷമിക്കുന്നവരുണ്ടല്ലോ, അതുപോലെ തന്നെ കുടുംബങ്ങളിൽ പ്രശ്നങ്ങളുള്ളവരുണ്ടല്ലോ. എല്ലാം പടച്ച റബ്ബിലേക്ക് പറയാ സമയത്ത് എഴുന്നേറ്റ് നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉത്തരം നൽകുന്നതാ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇജാബത്ത് നൽകുന്നതാ. പാപങ്ങളൊക്കെ പുറത്തു തരുന്നതാ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പാപങ്ങളൊക്കെ പുറത്തു തരുമാറാകട്ടെ. ഇതാരാ നമ്മോട് പറയുന്നത്? സാദിഖുൽ മസ്തൂഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് പഠിപ്പിച്ചു തരുകയാണ്. അതുകൊണ്ട് നമ്മളെല്ലാവരും ഈ സമയം പ്രയോജനപ്പെടുത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ സൽക്രമങ്ങളും സ്വീകരിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും മൺമറഞ്ഞു പോയവരുടെ ഖബറുടെ അല്ലാഹു തആല വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നു പോയ ചെറുതും വലുതും രഹസ്യവും പരസ്യവും അതിരികവും ചെയ്ത മുഴുവൻ പാപങ്ങളും അല്ലാഹു പുറത്തു തരുമാറാകട്ടെ. നമ്മുടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അല്ലാഹു നമുക്ക് മാറ്റി തരുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. بحق صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم ورحمة الله وبركاته.